ഒരു പിടിയും കിട്ടിയല്ലോ. എല്ലാം പറയണത് പകുതി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവള് സമ്മതിച്ചു, അവള് വീഡിയോ ഇട്ടിട്ടുണ്ട്, അവള് സമ്മതിച്ചു. അപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിന്റെ കാര്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ഞാൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. എന്റെ കാരണം എന്തിനായിരിക്കും വെറുതെ തൂങ്ങും ആരെങ്കിലും. പിന്നൊരു കാര്യം, അതായത് ഇവൻ ഈ അവിഹിതത്തിന്റെ കഥ, അങ്ങനത്തെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. MDMA യുടെ കഥയോടെ ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവനെ ഞാൻ എന്തെങ്കിലും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. മൂപ്പൻസ് വ്ളോഗ്സ് 3.0 3.0 ഈ ചാനലിലായിരിക്കും ഇനി കുറേ നാളത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നത്. ഓക്കെ, അത് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ ഞാനിടുന്ന അപ്ഡേറ്റ് കാണാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദയവായി ആ ചാനൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, മൂപ്പൻസ് വ്ളോഗ്സ് 3.0 ഓർ 3.0. അപ്പോൾ ഇന്ന് കുറേ പേര് അയച്ചു തന്നിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം, അമൽ പൗലോസ് ആൻഡ് ജിസ്ബി കുഞ്ഞാറ്റ, ഹൈ റേഞ്ച് ഫാമിലി ആൻഡ് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. ഒരു റീസെൻ്റായിട്ടൊരു തുരിതുരായിട്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രശ്നം വീണ്ടും കലുഷിതമാകുന്നു. അതെന്ത് കാരണത്താലാണെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം അമലിൻ്റെ ഒരു വീഡിയോ വന്നു. അതിനുശേഷം കുഞ്ഞാറ്റ ഇപ്പോൾ റീസെൻ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോ, താല്പര്യമുള്ളവർ മാത്രം കാണുക ദയവായി. അപ്പം ഒന്നൊന്നായിട്ട് നോക്കാം എന്താണ് ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്ന് നോക്കാം. കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഇന്ന് മെയ് 10 2026. ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നെൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അവനെൻ്റെ കൂടെ ഇപ്പം ഇല്ല, അവനെ കണ്ടിട്ടില്ല. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് കേക്കോ അല്ലെങ്കിൽ അവനൊന്ന് കാണാനോ അവനോടൊന്ന് മിണ്ടാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ മക്കളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു വീഡിയോ അയച്ച് തരാമോ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഒന്ന് പറഞ്ഞ് ബർത്ത്ഡേ. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാനൊന്നുമില്ല, പണ്ടൊക്കെ എപ്പോഴും ഇതുണ്ട്. അപ്പം ഇതിനകത്ത് അയക്കാനൊന്നുമില്ല. എൻ്റെ സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ഞാൻ വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ എനിവേ ഹാപ്പി ബർത്ത്ഡേ മിക്കു. അപ്പം ഈ അടുത്തില്ലാന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അപ്പം ഈ കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എന്തായാലും കാണണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ സൺ. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തു, അങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ അവനെയും എന്നെ ഓർക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അമലിൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ പുള്ളിക്കാരൻ ഒരു ബർത്ത്ഡേ വിഷസ് ഈ ദിവസം, മോൻ്റെ പിറന്നാൾ ദിവസം ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് 2 ദിവസമായി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഒത്തിരി പേര് അതിനെ മോന് ബർത്ത്ഡേ വിഷസ്. മകനെ കാണിക്കാത്തത് ശരിയല്ല. 2 പേരും കൂടി ചേർന്നപ്പോൾ അല്ലെ മകനുണ്ടായത്. എത്ര തെറ്റ് ചെയ്താലും സ്വന്തം മകനെ കാണിക്കാത്തത് മോശമാണ്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചും ഇപ്പോൾ എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇവർക്കിടയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ ലീഗാലിറ്റി. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പല സാഹചര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല. പോയി അവളുടെ ലാസ്റ്റ് വീഡിയോ പോയി കാണും. ഹീസ് യൂസിങ് ദ വിക്ടിം കാർഡ് ഹിയർ. കുഞ്ഞിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്ത അഭിഹിതത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി പുള്ളിക്കാരനെ കുഞ്ഞിനെ കാണിക്കാത്തതും അതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ള കാര്യവും മിക്കുവിന് അഥവാ കുഞ്ഞിനൊരു ബർത്ത്ഡേ വിഷസാണ് ചെയ്യുന്നത്. വളരെ ഇമോഷണലായിട്ടാണ് ഇവിടെ അമൽ ഇവിടെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം പുള്ളിക്കാരൻ വേറെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം വേറെ സ്റ്റോറിയും ഒന്നും സ്റ്റോറി ഉണ്ടല്ലോ. സ്റ്റോറി 5 മണിക്കൂറിന് മുമ്പ് എന്താ സംഭവം? അപ്പം ഇവിടെ കറണ്ട് ഇല്ല. ഇവിടെ വൈഫൈ ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇവർക്ക് ഇതന്നെ, ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ മേളിൽ നിൽക്കുകയാണ്. അപ്പം ഇവിടെ മാത്രമാണ് റേഞ്ചും കാര്യങ്ങളും ഉള്ളൂ. അപ്പം കുറച്ച് നേരം നിങ്ങൾ എനിക്ക് സമയം എന്താ. അപ്പം തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും പറയാതിരിക്കുന്ന ഒന്നും നല്ലതല്ല. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്താട്ടോ. ചാറ്റ്
ശരിടാ, ആ ഫോട്ടോ കിട്ടുമായിരുന്നെങ്കിലേ. അതിപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ, കാറിലിരിക്കണ ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്യണ രീതിയിലുള്ള ഫോട്ടോ അല്ലേ ആ ഫോട്ടോയും? അത് വേറെ ഫോട്ടോയും ആയിരുന്നോ അയച്ചു തരുന്നേ? എടാ, ഈ ഫോട്ടോ അപ്പെടുത്ത് അയച്ചിരിക്കുന്നില്ല. അപ്പെടുത്ത് അയച്ചിരിക്കണയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് നമ്മൾ സീൻ ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞൊരു എടുത്തില്ലേ? മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിയുടെ അടുത്ത്? മലയുടെ മേടില് അന്ന് റൂം എടുത്തത് സീൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളന്ന് രാത്രി ഓർക്കണ്ട. ഞാനന്ന് മറ്റേ ആന്റപ്പനും ഞങ്ങൾ സാൻസിന് ഞാനിവിടെ കൂടി അന്ന് മറ്റേ അവര് മടത്തി പണിതുകൊണ്ടിരുന്നപ്പോ വന്നേ ഓർക്കണ്ടോ? 2023 എന്റെ പേര് കേസ് കൊടുത്തില്ലടാ. ആ കേസ് കൊടുത്ത് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തത് അവളിപ്പോ വലിയ നല്ല വിളി കളിക്കണ്ടേ. അവൾ അന്ന് അതായത് അവള് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചത്. അവളുടെ ഫോട്ടോയും വെച്ച് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പാട്ടിപ്പിക്കാം. GNM പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സ്കൂളിൽ ഹോസ്പിറ്റലിൽ അന്ന് എന്തോ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക്, അതായത് ആ അയച്ച ഫോട്ടോ കാണുന്ന വ്യക്തിക്ക് ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ എന്റെ നമ്പർ ഞാനിപ്പോ ഇടുന്ന വീഡിയോസ് ഇനിയും കുറെ ഉണ്ട്, ഒരു 12 മിനിറ്റോളം ഉണ്ട്. ഞാനതെല്ലാം ഞാൻ പറയാം. ഞാനിതൊന്നും ഞാൻ പറയാം. 2023 എന്റെ പേര് കേസ് കൊടുത്തില്ലടാ. കൂടും കുടിക്കായിട്ട് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇതിവിടെ വെച്ച് പറഞ്ഞെടുക്കണം. ഞാൻ ഇനി ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് വല്ല വ്യക്തമായിട്ട് നല്ല എല്ലാ രീതി വെച്ചിട്ടുള്ള ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിവിടെ പറഞ്ഞു 2023 എനിക്കെതിരെ ഡിവോഴ്സ് പോയതിന്റെ കാര്യം. അപ്പൊ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ചിന്തിച്ച് നോക്കിക്കോ. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2021 അപ്പൊ ഒരു കാര്യം സത്യം നിങ്ങൾ തെളിഞ്ഞേ, എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. ഞാനത് എന്തൊക്കെയാ അയച്ചേക്കണമെന്നൊന്നും എന്റെ പൊന്നടാവേ ഞാൻ പറയുന്നില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ആള് സമ്മതിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയല്ലോ. എല്ലാം പറയണത് പകുതി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവള് സമ്മതിച്ചു, അവള് വീഡിയോ ഇട്ടിട്ടുണ്ട്, അവള് സമ്മതിച്ചു. അപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിന്റെ കാര്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ഞാനിതെല്ലാം കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ കോംപ്രമൈസിന്റെ നമ്മുടെ ഇത് കിട്ടിയതുണ്ട്. അത് പെറ്റീഷണർ ശരിക്കും ഞാനായിരുന്നു. ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിനെ കാണാണ്ട് ഭയങ്കര മെന്റലി ട്രോമ അടിച്ചു. അതായത് ഇവള് പോയി, കൊച്ചും പോയി, ആകെ ഞാൻ ബേകളെ എന്താ പറയുക, വെള്ളം കുടിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി അടുത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഞാൻ മറ്റേ പൈസ കാര്യങ്ങൾ കൊടുക്കുന്നത് നിർത്തി. അതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കാണാം മാസത്തിൽ 2 ശനിയാഴ്ച. അത് ഞാൻ ഇവിടുന്ന് അവിടെ പോകണം. എന്റെ അപ്പനോ അമ്മയോ എന്റെ അനിയനും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അവർക്ക് കാണാനുള്ള അധികാരമുള്ളൂ. ഫോട്ടോ എടുക്കാം, പക്ഷെ ആർക്കും അയച്ചു കൊടുക്കാൻ പാടില്ല, എവിടെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് ഫുൾ നിയന്ത്രണമേ. അതുകൂടാണ്ട് 5000 രൂപ ഈ പറയുന്ന ആളുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക്, അതായത് എന്റെ കൊച്ചിന്റെ അമ്മയുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കൂടാണ്ട് ഇവളുടെ ഈ കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, അത് ഈ പറയുന്ന കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, അത് ഈ പറയുന്ന കൊച്ചിന്റെ അമ്മയുടെ അമ്മയാണ് കൊണ്ടുവരുന്നത്. ആ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിനുള്ള കൊച്ചിനെ എന്റെ കൂടെ വിടത്തില്ല. ഒന്ന്, എനിക്ക് കൊച്ചിനെ കോടതി ചെന്ന് അവിടുന്ന് ജസ്റ്റ് ആ ദിവസമെങ്കിലും പുറത്തു കൊണ്ടുപോകാനുള്ള അധികാരം അതില്ല. 2, മൂന്നാമത്തെ കാര്യം, കൊച്ചി കിലോ കണക്കിന് ഫ്രൂട്ട്സ് ആണ് ഡെയിലി തിന്നുന്നത്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യം കേട്ടോ, ഫ്രൂട്ട്സ് കിലോ ഒക്കെ അതിന് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പം ഇവളെ എനിക്ക് പൈസ കാര്യങ്ങൾ അയച്ചു. അപ്പൊ ഒരു ദിവസം സ്ക്രീൻഷോട്ട്, നമ്മുടെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അയച്ചു. അപ്പൊ ഇത്ര ഞാനിവിടെ ഇത് പറഞ്ഞ് ഞാനിവിടെ നിർത്തിയതാ. ബാക്കിയുടെ ഞാൻ ഒരുപാടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 2 സാധനം ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് കോംപ്രമൈസിന് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. സത്യം ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ തന്നെ ഞാൻ, അതായത് നിങ്ങൾ ഓൾറെഡി ആളുടെ വീഡിയോ കണ്ടതിലൊക്കെ ആൾ ഓൾറെഡി സമ്മതിച്ചു എനിക്കെതിരെ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം, ഞാനിത് നിർത്താൻ എന്നെ സമ്മതിക്കില്ല എന്ന് എന്റെ അച്ഛൻ തോന്നണേ. ഞാൻ എന്തായാലും ഇതിന് ഞാൻ ഒരു സാധനം കേട്ടോണ്ട് ഞാൻ ഇരിക്കത്തില്ല. അപ്പൊ ഇപ്പൊ പിന്നെ ഞാൻ കുറെ ചേച്ചിമാരും അമ്മമാരും ഉണ്ട്. അപ്പൊ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാം. പിന്നെ സത്യസന്ധവതിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആളൊരു സ്റ്റോറി ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതായത് എനിക്കെതിരെ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ കുൽസിതമായിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തു. അതും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തി പറഞ്ഞത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു വീഡിയോസിൻ്റെ അകത്ത് മറ്റേ എന്താ ആത്മാഭിഭാരത്തെ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അത് കഴിയുമ്പോൾ തന്നെ ഒരു പോർഷനിൽ 2 പേപ്പർ കാണിക്കും. അതിൻ്റെ അകത്ത് MDMA സമയം ഏകദേശം എത്രയും വാച്ചൊക്കെ ഓഫായി പോയി. പുറത്ത് തന്നെ 8:45 ഒരു പാർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ തെളിവ് കാണിക്കണം. അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്ന കൊച്ചിന്റെ ഫോട്ടോ പേര് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ആ കൊച്ചു എനിക്ക് മെസ്സേജ് അയച്ചു. ഇത് അമൽ പൗലോസിന്റെ, അമലിന്റെ സൈഡ്, ഇച്ഛായന്റെ സൈഡിലുള്ള സംഭവം.
ഇനി കുഞ്ഞാറ്റയുടെ സംഭവം ഇവിടെ ഇത് ഈ സംസാരിക്കാൻ നമുക്കൊന്നും പറ്റാത്ത രീതിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറയുന്നില്ല, ഇഷ്ടം പോലെ അവരുടെ ലൈഫാണ്. ബട്ട് ഇതെന്തോ അടുത്താണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആക്ച്വലി അമൽ പറഞ്ഞ കാര്യങ്ങളുടെ അകത്ത് മുൻപും വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അത് പുള്ളിക്കാരൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്തതും മുമ്പ് നഴ്സറി പോയത് വിഷയം ഉണ്ടായതും ഡിവോഴ്സിൻ്റെ മാറ്റർ അടക്കം പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വേറെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഇതെന്താണ് ഈ ട്രിഗർ മാറ്റർ എന്നുള്ള മനസ്സിലാവുന്നില്ല. ഓക്കെ, പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കേക്കിടെ കയറിയിട്ട് കുറേ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് പൊന്നൂസ് ഞാൻ എന്നാണ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ പ്ലാറ്റ്ഫോം തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാണ്. അവള് ജീവിതത്തിൽ പൊന്നൂസ് മല്ലു ഫാമിലിയുടെ പൊന്നൂസാണ്. കുടുംബജീവിതത്തിലോ ഇങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ അവളത് ഇതിനകത്ത് പെട്ടുപോയതാണ്. മീൻസ് അവളുടെ പേര് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പേരും വേറെ കുറച്ച് ഇൻഫ്ലുവൻസറിന്റെ പേരും വേറെ കുറച്ച് പേരുടെ പേരോടെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ ചാറ്റിൽ അത് പെട്ടുപോയതാണ്. അല്ലാതെ പൊന്നൂസിനെയും കൊണ്ട് ചാറ്റ് മുൻപ് ഇവരുടെ കുറേ ചാറ്റ് പുറത്ത് വന്നതിനകത്ത് കുറേയധികം കോളുകളൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്ന ചാറ്റാണ്. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. കുറേയധികം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വൈഫ് ആ ഒരു സംഭവം. പൊന്നൂസ് ഈ ഒരു പ്രശ്നത്തിലുമല്ല അവൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് അവൾ ഏറ്റവും നല്ലൊരു കുടുംബിനി തന്നെയാണ്. നന്നായിട്ട് കുടുംബം നോക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കും ഇതുവരെ മോശമായിട്ട് മെസ്സേജ് അയച്ചു മറ്റേ ആള് ഇതിപ്പം പുള്ളിക്കാരത്തിയുടെ അഭിപ്രായം പറഞ്ഞതാണ്, നമുക്കതിനെ മാനിക്കാം. പക്ഷേ ഈ പൊന്നൂസ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും ഒക്കെ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ചില ഡ്രാമ പോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതുകൊണ്ട് അവരങ്ങോട്ട് പൂർണ്ണമായിട്ടും നല്ല കുടുംബിനിയായിരിക്കാം, നല്ല അവരുടെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ പബ്ലിക്കിൽ നിൽക്കുന്ന സമയങ്ങളിൽ പല കാര്യങ്ങളിലും വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും അവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് തോന്നലുണ്ടിക്കുണ്ട്. കാരണം കണ്ടവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവാൻ ചെയ്യും. ബട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നന്നായിട്ട് തന്നെ പോട്ടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണത്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്നത് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്. അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് എത്ര നാളിന് മുമ്പ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലൂപ്പാണെന്നറിയോ? ആ സാധനം ഒന്ന് രണ്ട് തവണ പൊട്ടി അത് ഭയങ്കര പീക്കിലേക്ക് പോയി ആ സാധനം അവസാനിച്ചൊന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് വീണ്ടും ആ ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. പറട്ടെ, അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരാളും ഇന്ന് ഇൻവോൾവ് അല്ല. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് പൊന്നൂസ് നല്ലൊരു വ്യക്തിയാണ്, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അവള്. താങ്ക് യു. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ 2020 ഇതിവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇത് കുറേ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഇവർ ചിലപ്പോൾ അടുത്ത് വിടുമായിരിക്കും. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ കാര്യം അതിൻ്റെ ഓരോന്നിനും ഒരു 1 മിനിറ്റ് ദൈർഘ്യമുണ്ട്. അപ്പം നമുക്ക് ആർക്കാണെങ്കിലും കുറച്ചധികം ഇവരുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും പബ്ലിക്കിലേക്ക് വന്നതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ എടുത്തു വെച്ച് കേൾക്കാന്ന് വെച്ചാൽ ഭയങ്കരമായ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് ആണ് ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യുന്നത്. 2023 ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. ഞാൻ അയാൾക്ക് മെസ്സേജ്, അതായത് ഞാൻ അമലിന് മെസ്സേജ് അയച്ച് അമല് മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു. രണ്ട് കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന ഈ മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ എല്ലാവർക്കും ലോകത്ത് ഫാൻ ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല, തെറ്റുള്ള കാര്യമൊന്നുമില്ല. ബട്ട് ഞാൻ ഈ ഫാനിസത്തിനെതിരെ എഗെയിൻസ്റ്റാണ്. അത് വീഡിയോ കാണുന്നവർക്കറിയാം. ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാർക്ക്, ഇവർക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് വരുന്നതും അല്ലാത്തവരായിട്ട് ഇവർക്കൊക്കെ ഫാൻ പേജ് ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ കുറേ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുക. അവർ മനുഷ്യരാണ്.
അവരുടെ തലച്ചോറിനകത്ത് ഇവരൊക്കെയാണ് ഉള്ളത്. എന്താ കാര്യം? ഒരുപാടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഇന്നിപ്പം ഫേമസ് ആയിട്ട് നിൽക്കുന്ന പല എന്താണ് ഫാമിലി വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് ചില ഗ്രൂപ്പുകൾ, ഫാൻ പേജുകൾ. കുറച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട്, ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സ് ഒക്കെ അയച്ച് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അതിങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി, ഞാനിനി ഇങ്ങനെയൊന്നും പോവത്തില്ല, അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുവിന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവന്, അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാടോ ഇപ്പം ഇതെല്ലാം എടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ തീർന്നതല്ലേ. ഇപ്പം ഈ പറഞ്ഞ അമലനോട് സംസാരിച്ചപ്പോൾ ഞാൻ അമലനോട് പറഞ്ഞിട്ടുണ്ട്, അമല ഇതൊക്കെ ഈ ഒരു വിഷയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നിങ്ങൾ ഇവരുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നുള്ള ആൾക്കാരോടും പറഞ്ഞത് ഇതൊരു വിഷയം ലീഗലായിട്ട് പോകുന്നെങ്കിൽ ലീഗലായിട്ട് പൊക്കോളൂ. സോഷ്യൽ മീഡിയക്കകത്ത് കിടന്നൊരു ഫൈറ്റ്, ഞാൻ മിക്ക ആൾക്കാരും നമ്മളോടത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഇതൊക്കെ തന്നെ പറയാറുള്ളത്. അതുപോലെ കഴിഞ്ഞുപോയ കാര്യം, ഇവർ രണ്ട് വഴിക്ക് പോകുന്നൊരു സന്തോഷമുള്ള ആളാണ്. അവർ മുന്നോട്ട് പൊക്കോട്ടെ. ഇപ്പോൾ എന്തായാലും ആ കുട്ടി വേറൊരു രാജ്യത്ത് പോയി കുഞ്ഞിനെ നാട്ടിൽ അമ്മയ്ക്കൊപ്പം അച്ഛനൊപ്പം വിട്ടിട്ട് അത് അവിടെ പോയി നിൽക്കുന്നു, അതിൻ്റെ ജീവിതം നോക്കി പോകുന്നു. അതുപോലെ തന്നെ അമലിൻ്റെ ലൈഫ് നോക്കിയിട്ട് അമലും പോകുന്നു. കാരണം അമലൊരു കാറൊക്കെ എടുത്തു, നന്നായിട്ട് തന്നെ പൊക്കോട്ടെ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അത് നന്നായിട്ട് തന്നെ പോട്ടെ. ബട്ട് ഇപ്പോൾ ഈ മോൻ്റെ കാര്യത്തിനകത്ത് ഓക്കെ വളരെ ഇമോഷണലായിട്ട് പെരുമാറുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇതെല്ലാം മറ്റ് എല്ലാ തരത്തിലും അവസാനിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക് ചിന്തിക്കും, അതെന്താ അപ്പം പെണ്ണിൻ്റെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം പബ്ലിക്കിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഈ നേരത്തെ പറഞ്ഞില്ല, അന്ധമായ ഫാനിസം പിടിച്ച തലയ്ക്ക് പിടിച്ച ആൾക്കാർ ഇവരവിടെ ഇവിടെയായിട്ട് ചൊറിയും. ഈ ചൊറിയുന്ന ആൾക്കാർ ഒരു പരിധി കഴിയുമ്പോഴേക്കും അവർക്ക് എത്രയെന്ന് പറഞ്ഞ് കേട്ടോണ്ട് നിൽക്കും. ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യും. ഇപ്പോൾ അമലും റിയാക്ട് ചെയ്തുകൊണ്ട് ആ സൈഡിൽ കിടക്കുന്നു, ഇവിടെ ഈ സൈഡിൽ നിന്നുകൊണ്ട് കുഞ്ഞാറ്റയും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും 2 സൈഡിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞ്. ഈ കുഞ്ഞ് നാളെ വളർന്നു വരുമ്പോഴും ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഈ സാമാനം എല്ലായിടത്തും കിടക്കും. ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ട്രോമ ചില്ലറയൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, ഇത് ലീഗലായിട്ടൊക്കെ പോയിട്ട് ഇത് അങ്ങനെ നിയമപരമായിട്ടൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഒരു വൻ ഫൈറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നിൽക്കുമ്പോൾ ഈ കൊച്ചുകുട്ടിയാണ് വളർന്നു വരും. എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ വളർന്നു വരും. ആ വളർന്നു വരുന്ന ആ കുട്ടി ഇതെല്ലാം കാണും. അച്ഛനും അമ്മയെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ പാസ്റ്റിൽ എന്നുള്ള സംഭവങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാള് ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തത്. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പോൾ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ജിസ്മിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിപ്പോൾ നമുക്കൊന്നും പറയാൻ പാടില്ല, നമ്മൾ ഔട്ട് സൈഡേഴ്സിലാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇതെല്ലാം കോണ്ടന്റ് ആണ്, ചുമ്മാ എടുത്ത് വാരി വലിച്ചിട്ട് ഇഷ്ടം പോലെ കണ്ടന്റ് ആക്കാം. അതല്ല എങ്കിലും പറയാം, ഒരു മാനുഷികപരമായിട്ടുള്ള കാര്യം പറയാം. ഇപ്പം 2 വശം ഓക്കെ, നിങ്ങളുടെ അപ്പുറത്ത് നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദ്യം വരും, നിങ്ങളത് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരനാവും. അപ്പുറത്ത് ഞാൻ 2 പേരോടും കൂടെ ചേർന്ന് പറയാം, ഇത് നിങ്ങൾക്ക് ഈ സാധനം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഫൈറ്റ് ചെയ്തിങ്ങനെ അവസാനിപ്പിച്ചുകൂടെ? ഇതിങ്ങനെ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം മറുപടി പറഞ്ഞത് തീരത്തില്ല. പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് ഒക്കെ ഇവന്റെ അയച്ചതാണ്, അത് ആരയച്ചതാണ്? ഇപ്പൊ ഞാൻ ഇട്ട പോസ്റ്റിന്റെ ഇതില് ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി എങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു എക്സ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ
ഞാൻ +2 പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോഴോ വേറൊരു ലവറോ അല്ലെങ്കിൽ വേറൊരാളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ സ്നേഹിച്ചത് ഈ മഹാപാപിയെയാണ്. സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു. എനിക്ക് അങ്ങനെ എക്സോ അല്ലെങ്കിൽ ഞാൻ കുറെ പേരുടെ കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറെ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ അങ്ങനെയുള്ളൊരു സംഭവം എന്റെ ലൈഫിലില്ല. അപ്പോ അങ്ങനെ ഇത്രയും നാൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിന്നില്ലേ. അപ്പൊ ഇനി കുറച്ച് എന്റെ ലൈഫിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ എന്തായാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈവൻ ഞാൻ അനുഭവിച്ച ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തായാലും എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഞാൻ ലീഗലി ഓൾറെഡി ഞാൻ കേസായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നെ മോശക്കാരിയാക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കോനെ കാണിക്കാത്തതിന്റെ കേസിലും അവൻ ഓൾറെഡി അതിന്റെ കാര്യം ഞാൻ പറയാം. കാണിക്കാത്ത കേസൊന്നുമല്ല, അവന് കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ടാവും. വന്ന് കാണാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. പിന്നെ ഉള്ളത് മിക്കോനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യം. പുള്ളിക്കാരൻ കാണുന്നില്ലെന്നാ പറയുന്നത്. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് മിക്കുവിനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, മിക്കു ഇപ്പൊ എന്റെ കയ്യില് പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5000 രൂപ വെച്ച് എന്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയില്, ഈ വർഷം തുടക്കത്തില് ജാനുവരിയില്, കൊച്ചിന് എന്നോട് സ്നേഹമല്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാ കാണാമോളൂ, കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണേന്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്, അല്ലാതെ കൊച്ചിനെ എടുത്തോ പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ്. എന്തുവാ അമല, ഇതാണോ സത്യം? എന്നിട്ടാണോ അമല അവിടെ നിന്ന് കരയുന്നത്? നിങ്ങൾ പെർമനന്റ് കസ്റ്റഡി അവർക്ക് ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ട് അവരെ അവസാനം ആ കുട്ടിയെ കസ്റ്റഡിയിൽ അവർ നോക്കുമ്പോൾ നിങ്ങൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് എൻ്റെ കുഞ്ഞിനെ കാണിച്ചെന്നില്ല എന്നൊക്കെ പറയുന്നത്? അതിലെന്ത് അർത്ഥമുള്ളത്? കോടതി വളപ്പിൽ വെച്ച് കാണാൻ കഴിയുമെന്നും നിങ്ങൾ ഫോൺ കൊടുത്തിട്ടുണ്ടെന്നും ആ കുഞ്ഞിനെ നിങ്ങൾക്ക് മാസത്തിൽ 2 തവണ കാണാമെന്നും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ 2 തവണ മാത്രം എന്തോ കുഞ്ഞിന് ചിലവിനും കൊടുത്ത് 5000 രൂപ വെച്ച് കൊടുത്തിട്ട് പിന്നെ കൊടുത്തിട്ടില്ല എന്ന് പറയും. നിങ്ങളുടെ കൊച്ചല്ലേ? അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2 or 4 തവണ എങ്ങാണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്, 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഇനി കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞു ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാൾ. എന്താ ഇത്? അപ്പം താങ്കളെല്ലാം അവസാനിപ്പിച്ചിട്ട് അവസാനം എല്ലാം കൂടെ ആ കൊച്ചിൻ്റെ തലയിൽ കൊണ്ടിട്ട് കൊടുക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഇത് കണ്ട സമയത്ത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇത് കണ്ടിരുന്നത്. പക്ഷേ ഇത് വീണ്ടും നിങ്ങളുടെ തലയ്ക്ക് തന്നെ വന്നിരിക്കുന്ന അമലെ. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, ഇതൊക്കെ കള്ളത്തരമാണ്, ഇവർ പറയുന്നത് പച്ചക്കള്ളമാണോ, അങ്ങനെയാണോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. അതിന് ഓൾറെഡി കോടതിയിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതാണ്. ഇനിയും കോടതി വഴി പോകണം. കാരണം ഇത്രയും നാളും ചെലവിന് തരാത്തതുകൊണ്ടും കൊച്ചിനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും കൊച്ചിനെ വിളിക്കാത്തതുകൊണ്ടും ഇനിയും കോടതി വഴി തന്നെ പോയാലാണ്. അവിടെ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണിക്കുന്നില്ല, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ വളരെ വിഷമത്തിനകത്താണ് ദൈവം കാണുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ ആണെങ്കിൽ ഈ കുഞ്ഞിന് ചെലവിനും കൊടുക്കുന്നില്ല, കുഞ്ഞിന്റെ കാര്യവും നോക്കുന്നില്ല, കുഞ്ഞിന്റെ കയ്യിൽ ഫോണും തിരിച്ചു വാങ്ങി, കുഞ്ഞിന് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നു. എന്തോ അടേ ഇത്. അതിന് അതിൻ്റെതായ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എൻ്റെ കുട്ടീനെ കാണിക്കുന്നില്ല. ഒരു കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടും അത്യാവശ്യം ഒരു പൈസ, ഡെയിലി വേജസ്. അതുപോലും അത് പണിയില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാണ് കൊച്ചിന് ചെലവ് കൊടുക്കാത്തത്. എനിക്ക് കൊച്ചിന് ചെലവിന് കൊടുക്കാത്തതിൽ ഒരു വിഷയമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അതുപോലും കൊടുക്കാൻ വയ്യാത്തവർ, ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിട്ട് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ എന്റെ കൊച്ചിന് മേടിച്ച് കൊടുക്കാത്ത ഒരാള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീഴുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ വെളുപ്പിക്കാൻ നോക്കി അവിടെ ഇരുന്ന് വെളുപ്പിക്കത്തേ ഉണ്ടാവുള്ളൂ. അക്കൗണ്ട് ഹാക്കായി അല്ലാതെ പോയ മെസ്സേജുകളാണെന്നൊക്കെ
പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തെളിവോട് കൂടി നമ്മൾ പൊക്കിയതാണ്, തെളിവോട് കൂടി നീ സമ്മതിച്ചതാണ്, തെളിവോട് കൂടിയിട്ട് നിന്നെ പൊക്കി നീ എന്നോട് കാലേ പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞതാണ്. അപ്പോ ഹാക്കായതും എന്തുവാണെന്നുണ്ടെങ്കിലും നീ കണ്ടുപിടിക്കുക, നീ തെളിവും കൊണ്ടുപോവാ. അതായത് ഹാക്കായി പോയതാണെന്നുള്ള തെളിവും കൊണ്ടുപോവാ. ഓക്കെ, ഈ ഫാൻ പേജ് നടത്തിയ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോ ആ കൊച്ചു മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക, ചേച്ചിക്ക് എങ്ങനെ ഇനി ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന്. അന്ന് വീണ്ടും അവൻ കരഞ്ഞ് കാല് പിടിച്ച് ഒരു കാര്യം അറിയോ, ഞാൻ മിക്കുവിനെ പ്രഗ്നന്റ് ആയിട്ട് ഇരുന്നപ്പോ 6ാം മാസം, മിക്കുവിന് 6 മാസം ഉള്ളൂ. അന്ന് ഞാൻ തൂങ്ങിയതായിരുന്നു. അന്നേ അങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു എന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. അന്നങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ നിന്ന് ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതൊക്കെ കാരണം എന്തിനായിരിക്കും, വെറുതെ തൂങ്ങും ആരെങ്കിലും. പിന്നൊരു കാര്യം, അതായത് ഇവൻ ഈ അവിഹിതത്തിന്റെ കഥ, അങ്ങനത്തെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. MDMA കഥയോടെ ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാനിത് ഉപയോഗിക്കരുത്, ഞാനിത് പോലീസിന് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ നിന്നെ നിന്റെ വീട്ടുകാരെയും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഉള്ളവർ നിന്നെ നിന്റെ വീട്ടുകാരെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഇനി കൊല്ലോ ചാവോ എന്താന്ന് വെച്ചാൽ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും എന്റെ ജീവിതം ഇത്രയായി, എന്റെ ജീവിതം ഇത്രയും തീർന്നു കിട്ടി. എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും തീരാനൊന്നുമില്ല. എന്റെ രീതിയിൽ, എന്നെ മോശമായിട്ട് പറയുന്ന രീതിയിൽ എന്തെങ്കിലും അതായത് ഞാൻ ഡിവോഴ്സിന് മുന്നേ ആർക്കെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായതോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചതോ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട്, അതായത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ മിക്കുവിനെ പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ 9 ദിവസമാണോ 8 ദിവസമാണോ എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. അന്ന് ഇവൻ എന്നെ അടിച്ച് ഒച്ചപ്പാടുണ്ടായി. റീസൺ പലതാണ്. ഇവൻ കൊച്ചിന് വയ്യാതിരിക്കുമായിരുന്നു. കൊച്ചിന് വയ്യാതിരിക്കുന്ന സമയത്ത്, അതായത് മഞ്ഞപ്പ് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഐസ് ആവുമായിരുന്നു. അതായത് ഒട്ടും വയ്യായിരുന്നു, കുഞ്ഞിന് മഞ്ഞപ്പ് കൂടി. അപ്പൊ ഞാനിത് ഇവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവൻ മോളി വന്ന് കിടക്കുക. കാരണം ഇതാണ്, 3-4 ദിവസം MDMA ഒക്കെ അടിച്ച് സെറ്റായി, ഇനി 4 ദിവസം കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനന്ന് ഇവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കൊച്ചിനൊട്ടും വയ്യ, എനിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു ഏതെങ്കിലും കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല അന്നേരം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ്, പിന്നെ അതിന് മുന്നേ 2 ദിവസം മുന്നേ ഒരു പ്രശ്നം ഉണ്ടായി. ഞാനും അമ്മലും തമ്മിൽ മുഖത്തും മേത്തും ഒക്കെ നമുക്ക് അത്യാവശ്യം പ്രസവിച്ച് എണീറ്റതായതുകൊണ്ട് കുറച്ച് നീര്. അപ്പൊ ഈ ബോധം കെട്ടുകിടക്കുന്ന ഞാൻ എങ്ങനെയാണ് വാതിൽ കുറ്റിയിടുന്നേ? അപ്പൊ എന്നെ കാണാൻ വന്നവരെങ്ങനെയാണ് എന്നെ കണ്ടത്? അപ്പോൾ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം അവിടെ നടന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ്. അപ്പോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് പ്രകാരം ഞാനിവിടെ അനൂപ്, ഞാൻ പറയാൻ പേര് അനൂപ്, എന്റെ ഫ്രണ്ടാണ്. അവന് ഒരു പൈസ ഇടപാടിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ആയി എന്നാണ്. അതായത് ഞാൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ, ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ അമലിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആള് നല്ല കൂടിച്ച് ഫിറ്റായിട്ട് തിയേറ്ററിൽ സിനിമ ആണ് നിൽക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു. അതായത് കണക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അയച്ചു തരുന്ന പൈസ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അവിടെ വീട്ടിലോട്ടുള്ള ചെലവിനുള്ള പൈസ അയച്ചു തന്ന, അതായത് അവന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള പൈസ ഞാൻ അയച്ചു തന്നതാണ്. ഏകദേശം ഈ മാസം ഞാൻ 2 ലക്ഷത്തി സംതിങ് ട്രാൻസാക്ഷൻ എനിക്ക് നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചാണ്. അവൻ പറയുന്നുണ്ട് ഞാൻ എന്തോ അല്ല, നമ്മുടെ തുണിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അയച്ചാണ്. തുണിയുടെ ബിസിനസ്സിന് ഇവന് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. യാതൊരു പേയ്മെന്റും ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഇവിടെ പിന്നെ യൂറോ മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം. അതുപോലെ തന്നെ മാൾട്ടയിലുള്ള 3-4 ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന്, അതായത് അമൽ നേരിട്ട് പോലും കണ്ടിട്ടില്ല, ഞാൻ മുഖേന അറിയുന്നവരാണ് അവര് 3 പേരുടെ കയ്യിൽ നിന്ന് 40 യൂറോ, അതായത് നാട്ടിലെ 4000 രൂപ, അതുപോലെ തന്നെ 3000 രൂപ ഒക്കെ പറഞ്ഞിങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. എന്തുമാത്രം പൈസയാണ് അയച്ചു കൊടുത്തേക്കുന്നത്? അമലെ ഭാഗ്യം ചെയ്തവരാണല്ലോ, എന്തിനാ ഇതെല്ലാം നശിപ്പിച്ചത്? എന്തുമാത്രം ആ കുട്ടി. തൊട്ട് മുന്നേ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയാണ്. ഒരാൾക്ക് നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് ഇത്രയും ചെലവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് കള്ളം പറഞ്ഞ് ഓരോ രീതിക്ക് മേടിക്കും. ഞാൻ ഒച്ചപ്പാടുണ്ടാക്കണ്ടല്ലോ, വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അയച്ചു കൊടുക്കും.
ഞാൻ എന്തെങ്കിലും സേവ് ചെയ്യാൻ എടുക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം മേടിക്കാനൊക്കെ എടുക്കുവാണെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ മമ്മിക്ക് പൈസ എടുക്കാറുള്ളൂ. ഞാൻ എന്തെങ്കിലും മേടിക്കും അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഞാൻ മമ്മിക്ക് അയച്ചു കൊടുക്കും, അത് സ്വർണം മേടിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഈവൻ നിങ്ങൾക്ക് അതിനകത്ത് ആ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഒരു നീലാംബരി സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഇത് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നമ്മുടെ മിഖായൽ ബോട്ടിക്ക്, ഇപ്പോഴത്തെ മിരി വസ്ത്ര എന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് പൈസ അയച്ചതാണ്. അതിനകത്തോട്ട് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പൈസ അയച്ചത്. അപ്പോൾ അവനല്ലല്ലോ കൊടുത്തത്, ഞാനല്ലേ കൊടുത്തത്. അപ്പൊ എങ്ങനെ അവൻ കൊടുത്തതാവും? അപ്പൊ ബാക്കിയുള്ള അയച്ചതെല്ലാം അമലിനുള്ളതാണ്. അപ്പൊ അമലിന് ഓരോ കാരണം പറഞ്ഞ് മേടിക്കുന്നതൊക്കെ വെറുതെയാണോ? പിന്നെ ഇതൊന്നും കൂടാതെ ഏലിയാമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് ഞാൻ അതിനകത്ത് പൈസ അയച്ചിട്ടുണ്ട്. അത് വാടക കൊടുത്തതാണ്, എന്റെ വാടകയല്ല, അവന്റെ വാടക. അവൻ നിൽക്കുന്ന വീടിന്റെ വാടക കൊടുത്തതാണ്. അപ്പോ ഇതൊക്കെ എന്താ? അമലെ ഒരു തരത്തിലും ഇപ്പം അമൽ പറയുന്ന കാര്യങ്ങളുടെ അകത്ത് തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു എന്തോ സംതിങ് ഒരു ഫിഷി പ്രശ്നമാണ്. ബട്ട് ഇതിപ്പോൾ ഇത്രയും കേൾക്കുന്ന സമയത്തും വീണ്ടും മൊത്തത്തിൽ കറങ്ങിത്തിരിഞ്ഞ് ഈ പറയുന്ന നിങ്ങളുടെ തലയ്ക്ക് മീത് തന്നെ വന്നേക്കുന്നു. അത് പോരാഞ്ഞിട്ട് ഡ്രഗ്സിൻ്റെ പരിപാടികളൊക്കെ വന്നേക്കുന്നു. എന്താണ്, എന്തിനാണ് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളിത് പൊക്കിക്കൊണ്ട് വന്നത്? ആ കൊച്ചു പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിൽ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയുമോ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഇടാം, അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ പുള്ളിക്കാരത്ത് ശരിയല്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വാലിഡായിട്ടൊരു പ്രൂഫാണ് വേണ്ടത്. അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ ഇതൊക്കെ ഓൾറെഡി പല കാര്യങ്ങളും നമ്മൾ കേട്ടതാണ്. അത് വീണ്ടും ആവർത്തന വിരസതയോടി വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്നത് എന്തിനാണ്? കേവലം റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബിലാണ് ആ വീഡിയോ വരേണ്ടത്. ഇതിപ്പോൾ യൂട്യൂബിലല്ല വന്നേക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിനകത്താണ് ഈ സാധനം വന്നേക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് സഹതാപം മാത്രം. കാരണം കുഞ്ഞ് ഇപ്പം 2 കുട്ടികളുടെ അച്ഛനാണ് ഞാൻ. കുഞ്ഞുണ്ട്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചിലവിന് 5000 രൂപ വെച്ച് കൊടുക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് അതിന് കഴിഞ്ഞില്ല. ചിലപ്പോൾ സാഹചര്യം കൊണ്ട് മോശമാണെങ്കിൽ ഓക്കെ, എങ്കിലും നമ്മുടെ കുഞ്ഞല്ലേ, നമ്മൾ ഈ വിഷമിക്കുന്ന കുഞ്ഞിനെ നമ്മൾ ചിലവിന് നോക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നെ അതിന് കൊടുത്ത ഫോൺ അതിന് സ്നേഹമില്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നു. ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടോ? കൊച്ചു കുട്ടിയല്ലേ. ഇതാണെങ്കിലും ഇത് 2 പേരുടെ സൈഡിൽ നിന്നും ഈ ഒരു സാധനം തുടങ്ങി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് 2 പേർക്കും ഭൂഷണമാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അമൽ ഈ പറഞ്ഞ പല ചോദ്യത്തിനും അമലിന് മറുപടി പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനുള്ള മറുപടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമായിരിക്കും, വരട്ടെ. അതോടൊപ്പം തന്നെ ജിസ്ബി കുഞ്ഞാറ്റ പുള്ളിക്കാരത്തി ഈ ഒരു സാധനം വീണ്ടും അവർക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 2 പേരും നേർക്ക് നേരെയായി, ഫേസ് ഓഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും, മുഖത്തോട് മുഖം, മുഖാമുഖം. എങ്ങനെ ഒരു കുടുംബജീവിതം ഇങ്ങനെ ആവരുതെന്നുള്ള രീതിയിലേക്കുള്ള സംഭവം. എന്തായാലും 2 പേരും 2 വഴിക്ക് പോയവരാണ്. വീണ്ടും അത് ചെയ്യാനോ അല്ലെങ്കിൽ കുത്തി സ്വന്തം പല്ലിട നാറ്റിക്കാനോ ശ്രമിക്കാതിരുന്നെങ്കിൽ പോയി കഴിഞ്ഞു. എല്ലാം ആരും പെർഫെക്റ്റ് ഒന്നുമില്ല ഈ ലോകത്ത്. തെറ്റുകൾ പറ്റും, സംഭവിച്ചു, കഴിഞ്ഞു. 2 വഴിക്ക് പോയി. പിന്നെ നമ്മൾ അതിൻ്റെ ആ ചാപ്റ്ററിലേക്ക് പിന്നെ തിരിഞ്ഞ് നോക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്ന ഗൈസ്, ബൈ.